മോഹൻലാലിന്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നുപോയാലോ? മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച അഭിനേതാക്കളിൽ ഒരാളായ മോഹൻലാൽ ജനിച്ചത് 1960 മെയ് 21-നാണ്. പത്തനംതിട്ടയിലെ എലന്തൂർ എന്ന സ്ഥലത്താണ് മോഹൻലാൽ ജനിച്ചത്. കേരള ഗവൺമെന്റിൽ ലോ സെക്രട്ടറി ആയിരുന്ന വിശ്വനാഥൻ നായരുടെയും ശാന്താകുമാരിയുടെയും ഇളയ മകനാണ്. മോഹൻലാലിന്റെ അമ്മാവൻ ഗോപിനാഥൻ നായർ ആദ്യം റോഷൻലാൽ എന്ന പേര് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പേരിനൊപ്പം ജാതിപ്പേര് ചേർക്കണ്ട എന്ന് അച്ഛൻ തീരുമാനിച്ചിരുന്നു. മോഹൻലാൽ വളർന്നത് തിരുവനന്തപുരത്ത് മുടവൻ മുകൾ വീട്ടിലാണ്. തിരുവനന്തപുരത്ത് തന്നെ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. പിന്നീട് മഹാത്മാഗാന്ധി കോളേജിൽ നിന്ന് ബികോം ബിരുദം കരസ്ഥമാക്കി. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ ബോയ് എന്ന നാടകത്തിൽ 90 വയസ്സായ ആളുടെ വേഷം ചെയ്താണ് ലാൽ അഭിനയ രംഗത്ത് കടന്നു വരുന്നത്. 1977-ലും 1978-ലും അദ്ദേഹം കേരള സ്റ്റേറ്റ് റെസ്ലിംഗ് ചാമ്പ്യനായിരുന്നു. 1978-ൽ നിർമ്മിച്ച തിരനോട്ടം എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി സിനിമാ രംഗത്തേക്ക് ചുവടെടുത്തു വയ്ക്കുന്നത്. മണിയൻപിള്ള രാജു, സുരേഷ് കുമാർ, ഉണ്ണി, പ്രിയദർശൻ, രവികുമാർ തുടങ്ങിയ സുഹൃത്തുക്കൾ ചേർന്ന് ഒരുക്കിയ ചിത്രം ചില പ്രശ്നങ്ങൾ കാരണം പുറത്തിറങ്ങിയില്ല. 25 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ചിത്രം പുറത്തിറങ്ങിയത്. 1980-ൽ ഡയറക്ടർ ഫാസിൽ ആദ്യമായി സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ പ്രധാന വില്ലനായാണ് മോഹൻലാൽ അരങ്ങേറ്റം കുറിച്ചത്. സിനിമ വൻ വിജയമായിരുന്നു. പിന്നെ അങ്ങോട്ട് നായകനായി ഒരുപാട് സിനിമകൾ, സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മോഹൻലാലിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതുപോലുള്ള കഥകൾ കൂടുതൽ കേൾക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.